അമ്മ ഇവിടെ ആയതുകൊണ്ട് തന്നെ വീടിന്റെ താക്കോലും അമ്മയുടെ കയ്യിലാണല്ലോ. അങ്ങനെ എന്റെ പൊന്നാങ്ങളെ നാട്ടിലെത്താൻ സമയമായിട്ടുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് ചാവി അവരുടെ കയ്യിൽ കൊടുത്തു വിടാന്ന് വെച്ച് ഞാൻ കൊണ്ടു കൊടുക്കാൻ പോയതാണ്. അപ്പൊ എന്താ അവന്റെ ഫ്രണ്ട് ഏകക്കുട്ടിക്ക് ഇതാ നിറയെ ചോക്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏകുട്ടിയുടെ സന്തോഷം പിന്നെ പറയണ്ടല്ലോ. ഏകുട്ടി പിന്നെ നിലത്തൊന്നുമല്ല ഇത്രയും ചോക്ലേറ്റോ എന്ന് ചോദിച്ചാണ് റോഡിൽ കൂടെ വീട് വരെ എത്തിയത്. വീട്ടിൽ വന്ന പാടേതാ അല്ലുക്കുട്ടനെ കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ അല്ലുക്കുട്ടൻ നിലത്തൊന്നും അല്ല. അതിന് രണ്ടെണ്ണോ അല്ലുക്കുട്ടൻ ഒരു പരിപാടിയുണ്ടോ, എന്തെങ്കിലും കിട്ടിയ അപ്പോഴും അവൻ അതിൽ നിന്ന് നല്ലതെല്ലാം പറക്കി അവന്റെ കൈവശമാക്കും. ഏകുട്ടിക്ക് ഈ ഒരു ബുദ്ധിയൊന്നും അറിയില്ല. ഏകുട്ടി പിന്നെ ഇതെല്ലാം കണ്ടൊരു എക്സൈറ്റ്മെന്റിലായിരിക്കും. അല്ലിക്കുട്ടൻ നേരെ മറിച്ചാണ്. എന്നിട്ട് അവൻ അതെല്ലാം കൈവശം വെച്ചിട്ട് അതാണ് നല്ലത്, എന്റെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഏകുട്ടി ഒരു പറ്റിയിലൊക്കെ പറ്റിക്കും. പിന്നെ നമ്മൾ ഇടപെട്ട് അവൾക്കും കഴിക്കാൻ കൊടുത്തേ പറ്റൂ എന്നുള്ള സ്ഥിതിയൊക്കെ എത്തുമ്പോഴാണ് അവൻ കൊടുക്കാറ്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കയ്യിൽ വെച്ച് ഏകുട്ടിക്ക് ഞാൻ ഹാഫ് തരാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹാഫ് പോലും അവൾക്ക് കൊടുക്കില്ല. അതറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഇടപെടുക തന്നെ ചെയ്യും. കാരണം എന്റെ കൊച്ചിനും കിട്ടണമല്ലോ. അങ്ങനെ ദാ രണ്ടെണ്ണം അപ്പം തന്നെ മുമ്പിൽ തട്ടിയിട്ട് എല്ലാം കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിലും എന്റെ ശ്രദ്ധ മൊത്തം അതിൽ ഏതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഉള്ളത് എന്നതാണ് കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ അല്ലിക്കുട്ടി ഇനി കൈയൊക്കെ വീശി കാണിക്കുന്നത് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ കോൾ വിളിച്ച് അച്ഛനെ കാണിക്കാന്ന്. വേണ്ട അച്ഛന്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ ഇന്ന് രാത്രി വരുമ്പോൾ ഒന്നും വാങ്ങിക്കൊണ്ട് വരില്ല, ഇതുണ്ടല്ലോ എന്ന് പറയും എന്നാണ് അല്ലിക്കുട്ടന്റെ വാദം. അതിന്റെ ഇടയ്ക്കൂടെ ഞാനും കൈക്കലാക്കി